നമസ്കാരം. ഇന്ന് ഒരു ദേശീയ പണിമുടക്കിനെ നേരിടുകയാണ്. കേരളം നിശ്ചലമായിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ അതുപോലെ തന്നെ ഒരു കടകളും തുറക്കാതെ നിശ്ചലമായിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ വിവിധ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള റാലി കടന്നു വരികയാണ്. അത് പുലമൺ ജംഗ്ഷനിൽ സമാപിക്കും. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോയി വരാം. ഉയർത്തുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നമുക്കറിയാം, അവർ കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും നയങ്ങളും അത് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് തൊഴിൽ ഉടമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നയങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. ഇത് ഒരു മേഖലയിൽ മാത്രമല്ല. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് 60 ഇടതുപക്ഷ MP-മാർ കൂടി പിന്തുണയോടുകൂടി മാത്രം ഒന്നാം UPA ഗവൺമെന്റ് ഭരിക്കാൻ കഴിയുന്ന അവസരത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് അന്ന് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുകയാണ്. ആ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ പണിമുടക്കിലൂടെ നാം ഉയർത്തിയിരിക്കുന്ന മറ്റൊരു മുദ്രാവാക്യം. ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ പോലും ചെയ്യപ്പെടുന്ന രൂപത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് രാജ്യത്തിൻ്റെ പരമാധികാരി അടിയറ വയ്ക്കുന്ന, ട്രംപിൻ്റെ കാൽക്കീഴിൽ ഇന്ത്യയുടെ പരമാധികാരി അടിയറ വയ്ക്കുന്ന നിയമങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ന് പരിശ്രമിച്ചിരിക്കുന്നത്. ഇതിനെതിരായി നടക്കുന്ന ഈ പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി ഇവിടെ നടന്ന ഈ പ്രകടനത്തെ അഭിവാദ്യം ചെയ്യുന്നതുമായി തൊഴിലാളി വർഗത്തിനെതിരായി, സാധാരണക്കാർക്കെതിരായിട്ട്, കൃഷിക്കാർക്കെതിരായിട്ട് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്നതിന് വീണ്ടും മോഡി ഗവൺമെൻറ് തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ പണിമുടക്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലെയും ഇന്ത്യ രാജ്യത്തെ മൊത്തം തൊഴിലാളി സംഘടനകളും BMS ഉൾപ്പെടെ ആ പണിമുടക്കലുണ്ട്. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇത് അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ ഇത് 24ാമത്തെ അഖിലേന്ത്യാ പണിമുടക്ക. 2011 മുമ്പേ നമ്മൾ പ്രക്ഷോഭം ആരംഭിച്ചു. 2011 മുമ്പേ നമ്മൾ സംയുക്തമായ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും. 2011 ഒരു പണിമുടക്കിലേക്ക് നീങ്ങിയത്. ഉടനടി തുടങ്ങിയില്ല നമ്മൾ, അതിനുമുമ്പേ തുടങ്ങിയത് ആ പ്രക്ഷോഭങ്ങളും. വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നു. തൊഴിലാളി വർഗത്തിൻ്റെ ഇടയിൽ ഇതുപോലൊരു അഭൂതപൂർവമായ ഐക്യം ഇന്ത്യ രാജ്യത്തല്ല, ലോകത്തൊന്നും കാണാൻ കഴിയത്തില്ല. ദേശീയ പണിമുടക്ക് ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങൾ അത് പരിഹരിക്കുമോ ഇല്ലയോ, ഇനി അത് കണ്ടുവരാം. കൊട്ടാരക്കരയിൽ നിന്നും വാർത്താ മലയാളത്തിന് വേണ്ടി അജീഷ് കൃഷ്ണ.